ഞാൻ ക്രീം ബൺ ഉണ്ടാക്കുന്നതിന് ആദ്യം എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മീഡിയം സൈസ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി അടുത്ത് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 160 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു കൈ കൊണ്ട് തൊടുമ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരിക്കണം, അതുപോലെ ചൂടാക്കിയതായിരിക്കണം കേട്ടോ. ഒരുപാട് ചൂടായി പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ഫെർമെൻ്റ് ആവില്ല. അപ്പോൾ ഇനി അടുത്ത് ഞാനിതിൽ ചേർക്കുന്നത് ഷുഗറാണ്. അതൊരു 50 gram ഷുഗർ. സാധാരണ ഇത് ബണ്ണ് ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള ബണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്യാം. അതൊരു 7 gram എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി അടുത്തത് ചേർക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ കൈയളവാണ്, ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 gram ഉപ്പ് മെഷർ ചെയ്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 350 gram മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അറൗണ്ട് ഒരു 2.5 കപ്പോളം മാവ് വരും. പക്ഷെ നിങ്ങൾ കഴിയുന്നതും അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 350 gram മൈദ എടുത്തു കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കിതിൽ വേറെ പാല് ചേർക്കേണ്ട, മൈദ ചേർക്കേണ്ട, അങ്ങനെയുള്ളതാണ്. അപ്പം കഴിയുന്നതും നല്ല പെർഫെക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കൊരു സ്പാറ്റില കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത് ചേർക്കേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 40 gram ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലുള്ള. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ടാണ് നല്ലതുപോലെ നീഡ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴത്തേക്കാണ് ഈ ബ്രെഡിൻ്റെ മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ കൈ കൊണ്ട് നല്ലപോലെ നീഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഒട്ടുന്നത് പോലെ തോന്നും, പക്ഷേ നെവർ മൈൻഡ്, നമ്മുടെ ഈ ബട്ടറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് ഇനി ഒട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ മാവൊന്നും ചേർത്ത് കളയരുത്, എങ്കിൽ ബ്രെഡ് കുറച്ച് ഹാർഡായി പോട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേക്കായിരുന്നാലും ബ്രെഡായിരുന്നാലും മെഷർമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ സ്മൂത്ത് ആവും മാവ്. ഞാനതൊരു വർക്ക് ഏരിയയിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ നീഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു 10 minutesോളം ഞാൻ നല്ലപോലെ നീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് കയ്യിൽ ഒരു ലേശം ബട്ടർ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യുക. അത് സ്മെല്ലില്ലാത്ത ഓയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയൊരു സ്ക്രേപ്പറൊക്കെ കൊണ്ട് കഴിയുന്നത് ഞാൻ പിന്നെ മാവ് യൂസ് ചെയ്തിട്ടില്ല, ലേശം മാവ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ ഞാൻ നീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് 1 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂർ മതിയായിരിക്കും. നമുക്കിതൊരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഏരിയയിൽ ഓവനകത്തോ എങ്ങാനും വെച്ചാൽ മതിയായിരിക്കും. ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലിങ് ഫിലിം കൊണ്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 1 മണിക്കൂറത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ബണ്ണിനകത്ത് ഫില്ല് ചെയ്യാനുള്ള കസ്റ്റേർഡ് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 egg yolks ആണ്. കുറച്ച് വലിപ്പമുള്ള യോക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാൻ 45 gram ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 20 gram ഫ്ലോർ, അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്ന മൈദ തന്നെയാണ്. അപ്പോൾ മൈദ ഒരു 20 gram ഇട്ട് കൊടുക്കുക. ആ കസ്റ്റേർഡ് ഒന്ന് തിക്കാകുന്നതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇത് ഞാൻ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുകയാണ്. നമുക്കിനി അടുത്തത് പാലാണ് ചൂടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചതിന് ശേഷം പാല് ഒരു 300 ml പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പിൽ എപ്പോഴും മെഷർ ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഞാനത് ഒരു സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 20 gram അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ പാല് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അത്രയും മതിയായിരിക്കും. എന്നിട്ട് അത് സ്റ്റോവിൽ നിന്ന് ഇറക്കി വെക്കുക. ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്കും സ്റ്റോവിൽ നിന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ആ എഗ് യോക്ക് മിക്സിൽ ലേശം വാനില എസൻസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാല് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ആ യോക്സ് വെന്ത് പോകും. ചെറിയ ചൂടുണ്ടായിരിക്കുമല്ലോ പാല്. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് ഒരുപാട് ചൂടായിട്ടുണ്ടാവില്ല, നമ്മുടെ ആ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ചൂട് മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നോർമലി കസ്റ്റേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
അപ്പോൾ ദേ ഇതുപോലെ കുറുകി വരുന്നുണ്ടായിരിക്കും. അടുക്കി പിടിക്കരുത്. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലെല്ലാം മാറിപ്പോവും. പിന്നെ ഇതിൽ ഇടുന്ന ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 45 ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരമായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചതിന് ശേഷം മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു ക്ലിങ് ഫിലിം നല്ലതുപോലെ ആ കസ്റ്റേർഡ് തട്ടത്തൊക്കെ വിധത്തിൽ ക്ലിങ് ഫിലിം കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും. അപ്പം ഞാൻ ഈ കസ്റ്റേർഡും റെഡിയാക്കിയതിന് ശേഷം മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് മാവ് നോക്കാം. അപ്പോൾ മാവ് നല്ലതുപോലെ ഡബിളായിട്ടുണ്ട്, ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. 1 hour മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു ഡസ്റ്റഡ് എന്ന് പറയുമ്പോൾ ലേശം മാവ് മാത്രമേ ഇടാവൂ. അതിലേക്ക് ഇതൊന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് നോക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിലുള്ള ആ എയറൊക്കെ പോയതിന് ശേഷം മാവൊന്ന് ഇതുപോലെ ഫ്ലാറ്റനാക്കി എടുക്കട്ടോ. ഒരുപാട് നീഡ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് നോക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ, ഞാനിവിടെ ഇത്രയും മാവിൽ 8 ബൺസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 8 പീസായിട്ട് ഞാനിതിനെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിനെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഉരുള എടുത്തതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടോ ഒന്ന് അമർത്തി പരത്തുക. ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട. എന്നിട്ട് സൈഡിലെ മാവ് അകത്തോട്ട് വരത്തക്ക വിധത്തിൽ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പം നമ്മൾ ഈ കൂട്ടിച്ചേർക്കുന്ന ഭാഗം നല്ലതുപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിടുമ്പോഴത്തേക്ക് ഈ ഭാഗം വന്നിട്ട് വിടർന്നു വരും. അതുകൊണ്ട് ഈ ഗ്യാപ്പുള്ള സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബണ്ണ് ഉണ്ടാക്കുമ്പോൾ പ്രശ്നമാകും കേട്ടോ. അത് ആ ഭാഗങ്ങളെല്ലാം ഓപ്പണായി വരും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നോക്കുക, നിങ്ങൾ എവിടെയെങ്കിലും വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഒട്ടിക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിടുമ്പോഴത്തേക്കും അത് എന്താ പറയുക, വിടർന്ന് വരും. അപ്പോൾ 1-2 തവണ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വളരെ ശ്രദ്ധിക്കലുണ്ട്. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി മാറ്റി വെക്കണം കേട്ടോ. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അത് എടുത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് നുള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം മാറ്റിയിട്ട് ഒരു ഗ്രീസ്ഡ് ട്രേയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിനെ നമുക്ക് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടെ വെക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടെ വലുതായിട്ട് കിട്ടും കേട്ടോ. ഈ സമയത്ത് ഞാൻ കസ്റ്റേർഡ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുത്തതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നോസിൽ മതിയായിരിക്കും. എൻഡിൽ ജസ്റ്റ് ഒരു നീളത്തിലുള്ള നോസിൽ വെച്ചതിന് ശേഷം നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ച് നീളമുള്ള നോസിലാകുമ്പോൾ നമുക്ക് ഈ ബണ്ണിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് നിറച്ചതിന് ശേഷം ഇപ്പോൾ കട്ട് ചെയ്യേണ്ട, നമുക്കിത് പിന്നെയും ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ. എല്ലാം റെഡിയാക്കി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബണ്ണ് നോക്കാം. ബണ്ണും കണ്ടില്ലേ ഒന്നും കൂടെ വലുതായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിൽ ചൂടാക്കാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈങ് പാനിൽ ഓയിൽ ചൂടാക്കാം. മാവിട്ട് നോക്കുക, ഒട്ടും തന്നെ ഓയിൽ അധികം ചൂടാവാൻ പാടില്ല. അതേ നമ്മളൊരു മാവിട്ട് കൊടുത്താൽ കുറച്ച് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് അത് പൊന്തി വന്നത്. അപ്പോൾ അതാണ് പാകമെന്ന് പറയുന്നത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിം ആയിപ്പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഇരിക്കേണ്ടത്. വളരെ ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെയാണ് ഇത് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഇതിനെ പതുക്കെ പൊരിച്ചെടുക്കണം. ഇൻ കേസ് ഫ്ലെയിം ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോവ് ഓഫ് ചെയ്താൽ മതിയാകും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു കളർ വരുമ്പോഴത്തേക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിത് നമുക്ക് നാപ്കിനിലേക്ക് ഒന്നും മാറ്റണ്ട. ഇത് ഓയിലൊന്നും അധികം വലിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നമുക്ക്
ഷുഗർ ടെസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ഷുഗറിൽ ഒന്ന് മുക്കിയെടുക്കണം. ഞാനിവിടെ നമ്മുടെ ഇവിടെ കിട്ടുന്ന നോർമൽ ഷുഗർ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള തരിയാണ്. ഞാനതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ഈ ഷുഗറിലൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ കിട്ടുന്ന വളരെ നേർമയുള്ള ഷുഗറാണ്. അതാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെയുള്ളവർ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം വേണം ഇതുപോലെ മുക്കി വെക്കാനായിട്ട്. ഞാനെല്ലാം അതുപോലെ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം കസ്റ്റേർഡ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതിൻ്റെ ഈ നോസിലുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബണ്ണെടുക്കുക. എന്തെങ്കിലും ഒരു കൂർത്ത ഇതുപോലെയുള്ള സാധനം വെച്ചിട്ട് അകത്തൊന്ന് ഹോള് സൈഡിലേക്കും 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഹോളിലേക്ക് ഈ നോസിൽ ഇറക്കി വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും, അത് നല്ല നിറഞ്ഞു വന്നതുപോലെ ഫീൽ ചെയ്യും. അത് എക്സ്ട്രാ ഒരുപാട് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് ചാടുകയും ചെയ്യും. അതാണ് പാകമെന്ന് പറയുന്നത്. അപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അകത്ത് നല്ലൊരു ഹോൾ ഇട്ടതിന് ശേഷം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് വീർത്ത് വരികയും ചെയ്യും, വെയിറ്റ് ഡബിൾ ആകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ കറക്റ്റ് 8 ബൺസിനും ഈ ഫില്ലിങ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആ ഒരു കൂർത്ത സാധനം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ആ ഒരു സ്പേസ് കിട്ടും ബണ്ണിനകത്ത്. അതിനകത്തോട്ടാണ് ഞാനിത് ഫില്ല് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് വീർത്ത് വരികയും ചെയ്യും. നമ്മുടെ കസ്റ്റേർഡ് ബൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനൊന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ, കണ്ടില്ലേ നമ്മൾ ആ ഫില്ല് ചെയ്തത് ഫുള്ള് ഇതിനകത്തുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ് ബണ്ണാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഷോപ്പുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഒന്നും തന്നെ വാങ്ങത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.